നമ്മൾ നട്ടൊരു സാധനം നമ്മൾ തന്നെ പറിച്ചെടുക്കുമ്പോൾ ആ സന്തോഷം, മൈ ഗാഡ്, ഓ ബ്യൂട്ടിഫുൾ. 3 പേരിന്ന് റെഡി ആയിട്ടുണ്ട്. ഇവരെ 3 പേരെ ഇന്ന് പറിച്ചെടുക്കണം. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, നല്ല മണമുണ്ട്. ഇവിടെ ബാക്കിക്ക് എന്ത് ഭംഗിയുണ്ടെന്ന്. വേറെയും കുറച്ച് പേരുണ്ട്, കുറേ പേര് ഇനി കുറച്ച് ഇവരെല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ഉള്ളത്തിൽ ഒരു സീഡ് നട്ടിട്ടുണ്ട്, അത് വളരണം, അതിന് ഗ്രോത്ത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അതിനെ എന്താ പറയുക, ചത്തുപോയതുപോലെ ഇരിക്കും, ഉണങ്ങിപ്പോയതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയുക. ഓക്കെ, നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. രാവിലെ ഇവിടെ നല്ല ഫോഗല്ലായിരുന്നോ? ഇപ്പോൾ നോക്കിക്കേ, ഫോഗെല്ലാം പോയി. ഇവിടെ എല്ലാം ക്ലൈമറ്റ് ക്ലിയറായി, നല്ല വെയിൽ വന്നു. ഇനി ഇവരെല്ലാം ഇനി പഴുക്കാനുള്ളവരാണ്. ഇവരെല്ലാം വിരിഞ്ഞു വരും. എൻ്റെ ആഗ്രഹം ഇവരെല്ലാവരും വേഗത്തിൽ വളരണമെന്നാണ്. കറക്റ്റ് സമയമാകുമ്പോൾ അവർ വളരും. നമ്മുടെ മുളകുകളെല്ലാം വളർന്നു, എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. നോക്കിക്കേ മുളകൊക്കെ. നിങ്ങളൊക്കെ ഇതുപോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കളയാതെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ ദൈവം നമുക്ക് കൃപയും തരും. കൃപ ചോദിച്ചു വാങ്ങിക്കാം. ഏത് വിഷയത്തിലാണോ വിഷമിക്കുന്നത് ആ വിഷയത്തിൽ കർത്താവിൻ്റെ കൃപ ചോദിച്ചു വാങ്ങിക്കാം. അമ്മേ, ദൈവം വിശ്വസ്തനാണ്. അവൻ എപ്പോഴും നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ദൈവമാണ്. God has a great plan about you. Never give up.